നമസ്കാരം. നടൻ ദിലീപിനെതിരെ ആഞ്ഞടിച്ച് ലിബർട്ടി ബഷീർ രംഗത്ത്. വർഷങ്ങൾക്ക് മുൻപ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് നടന്ന മീശമാധവൻ സിനിമയുടെ 125ാം ദിന ആഘോഷവേളയിൽ ദിലീപിനെ താൻ തെറി പറഞ്ഞ കാര്യമാണ് ബഷീർ ഇപ്പോൾ പുറത്തു പറയുന്നത്. അന്ന് ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ദിലീപ് കാണിച്ച ക്രൂരതകളുടെ നേർസാക്ഷ്യം തന്നെയാണ് ബഷീറിന്റെ ഇപ്പോഴത്തെ ഈ വാക്കുകൾ. മീശമാധവൻ സിനിമയുടെ 125ാം ദിന ആഘോഷം ഇന്റർനാഷണലിൽ നടക്കുന്ന സമയം. അന്ന് എല്ലാവരും പോയി എന്ന് കരുതി പുറത്തേക്കിറങ്ങുമ്പോൾ രാത്രി 1 മണി സമയത്ത് മഞ്ജു വാര്യർ മകൾ മീനാക്ഷിയെയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അന്ന് ആ കുഞ്ഞിന് 3-4 മാസം മാത്രമേ പ്രായമുള്ളൂ. എന്താ പോകാത്തത് എന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. ദിലീപ് എവിടെയെന്ന് നോക്കിപ്പോയപ്പോൾ അദ്ദേഹം വേറൊരു റൂമിന്റെ ബാത്റൂമിൽ കാവ്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ ദിലീപിനെ തെറി പറഞ്ഞു. നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ, ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോരേ എന്ന് ചോദിച്ചു. അന്ന് എൻ്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കയറ്റി വിടുന്നത്. അന്നേ മഞ്ജുവിന് അറിയാമായിരുന്നു ദിലീപിന് കാവ്യയുമായി ബന്ധമുണ്ട് എന്ന്. ഇന്ന് ഈ ജനങ്ങൾ പറയുന്ന പോലെയൊന്നും ആയിരുന്നില്ല. കാവ്യ ഇല്ലാത്ത സിനിമയുടെ ലൊക്കേഷനിലാണെങ്കിൽ പോലും അവർ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. മഞ്ജുവിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് കുട്ടിയായിരിക്കുന്ന സമയമാണ്. സാധാരണ ഒരു ആർട്ടിസ്റ്റിന് മറ്റൊരു ആർട്ടിസ്റ്റുമായുള്ള ബന്ധം പോലെയൊന്നും ആയിരുന്നില്ല ദിലീപും കാവ്യയും തമ്മിലുണ്ടായിരുന്നത്. ബന്ധങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണ്. അമേരിക്കൻ പര്യടനത്തിന് പോയ സമയത്തും വിഷയങ്ങളുണ്ടായിരുന്നു. മഞ്ജു വിവരങ്ങൾ അറിഞ്ഞതൊന്നും ദിലീപ് അറിഞ്ഞിരുന്നില്ല. ശക്തമായ ബന്ധമുണ്ട് എന്ന് മഞ്ജുവിന് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതി നവംബറിൽ വിധി പറയാനിരിക്കെ ദിലീപിനെതിരെയുള്ള ബഷീറിന്റെ ഈ തുറന്നു പറച്ചിൽ ഏറെ ശ്രദ്ധയാകർഷിക്കുകയാണ്. 2017 കുറ്റപത്രം സമർപ്പിച്ച ആ കേസിൽ 2020 ജനുവരി 30-നായിരുന്നു വിചാരണ ആരംഭിച്ചത്. 2017 ഫെബ്രുവരി 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം കൊച്ചിയിൽ അരങ്ങേറിയത്. കൊച്ചിയിൽ വെച്ച് കേസിലെ പ്രതിയായ പൾസർ സുനിയും സംഘവും ചേർന്ന് പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നായിരുന്നു കേസ്. നടിയുടെ വാഹനത്തിൽ നിന്ന് അവരെ ഭീഷണിപ്പെടുത്തി പുറത്തിറക്കിയ ശേഷം മറ്റൊരു വാഹനത്തിൽ വെച്ച് പീഡനത്തിന് ഇരയാക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയുമായിരുന്നുവെന്ന് കേസിൽ പറയുന്നു. കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നടൻ ദിലീപിന്റെ പേര് ഉയർന്നു വന്നുവെങ്കിലും ഇയാളെ പോലീസ് പ്രതി ചേർക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. തുടർന്ന് WCC ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഇടപെടലും മാധ്യമ ഇടപെടലിനെയും തുടർന്നാണ് പോലീസ് ഈ കേസിൽ ദിലീപിനെ പ്രതി ചേർക്കുന്നത്. കേസിൽ 8ാം പ്രതിയാണ് ദിലീപ്. 2017 ജൂലൈ 10-ന് ദിലീപ് അറസ്റ്റിലായി. തുടർന്ന് കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. 86 ദിവസം ആലുവ സബ് ജയിലിൽ വിചാരണ തടവ് നേരിട്ട ശേഷമാണ് ദിലീപിന് ജാമ്യം ലഭിക്കുന്നത്. കേസിലാകെ 261 സാക്ഷികളെയാണ് ഇതുവരേക്കും കോടതി വിസ്തരിച്ചത്. കേസിന്റെ സാക്ഷി വിസ്താരം നടക്കാൻ 4.5 വർഷമെടുത്തു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരമാണ് ഒടുവിൽ പൂർത്തിയായത്. കേസിൽ 1600 രേഖകൾ കൈമാറി. 100 ദിവസത്തോളം നീണ്ടുനിന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസിന്റെ വിസ്താരവും കഴിഞ്ഞതോടെയാണ് വാദം പൂർത്തിയായത്. അടുത്തതായി കോടതി പ്രതികൾക്ക് പറയാനുള്ളതാവും കേൾക്കുക. ഇതിനായി 26 മുതൽ കോടതി പ്രതികൾക്ക് അവസരം നൽകും. ക്രിമിനൽ നടപടിച്ചട്ടം 313 പ്രകാരം പ്രതിഭാഗത്തിന് പറയാനുള്ളത് കൂടി കേട്ട ശേഷം നവംബറിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഹണി എം വർഗീസ് ഈ കേസിൽ വിധി പറയുമെന്നാണ് വിവരം.